പെരുന്നാൾ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. ഇതേ റയാപ്പി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ, അവന്മാരെയും കൊണ്ട് പോകാനായിട്ട്, പോത്തിനെ ഇറക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ഇതേ സച്ചുവും ഫൈസിയും റയാനും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണേ. പിന്നെ വാപ്പച്ചിയെ കാണാൻ വേണ്ടി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ അത് ഇന്നത്തെ ദിവസം നടക്കത്തില്ല എന്നറിയായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തേക്ക് ഞങ്ങൾ മാറ്റി. ഇതേ അമ്മുക്കുട്ടി രാവിലെ എഴുന്നേറ്റ് അവന്മാർ പോകുന്നത് നോക്കി നിൽക്കുവാണേ. അവളെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയായിരുന്നേ. പിന്നെ ഇനിയും അങ്ങോട്ട് ബീഫിൻ്റെ കൊണ്ടാട്ടമായിരിക്കുമല്ലോ. അങ്ങനെ സിയാദും കഴിച്ചിട്ട് സിയാദും അങ്ങോട്ടേക്ക് പോയേ. പിന്നെ ഞാൻ ദേ നെയ്ച്ചോറും ബീഫ് കറിയും വെക്കാനുള്ള തയ്യാറെടുപ്പ്. മുന്നേ ചെന്ന് നോക്കിയപ്പോൾ കടന്നൽ ഒത്തിയിട്ട് ദേ കിടക്കുന്നു. പിന്നെ ഞാൻ മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തു. അങ്ങനെ ദേ ബീഫ് വരുന്നത് നോക്കി ഞാൻ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്തു വെച്ചേക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേക്ക് അമ്മക്കുട്ടിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. പഴമൊക്കെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. പഴം വേണോ? സവോള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ എവിടെ ആണെങ്കിലും സവോളയുടെ മണം അടിച്ച് അവൾ പറന്നെത്തും കേട്ടോ. സവോള അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചയ്ക്ക് കഴിക്കാനായിട്ട്. ഇതാണ് മൂത്തവനാണെങ്കിൽ അത് കണ്ടാലേ ഓക്കാനോ സവോള കാണുന്നത്. ഞാൻ കാണാതെ കട്ടോണ്ട് പോകുന്നതാണേ. സിയാദിൻ്റെ മക്കളുടെയും കോള് വന്നു കേട്ടോ. ഇന്ന് നെയ്ച്ചോറാണോ ബീഫ് ഇപ്പം കൊണ്ടെത്തിക്കാവുന്നേ. അപ്പം ബീഫ് കറി വേണം. ബീഫ് കറി വെക്കുവാണെങ്കിൽ അത് കുഴച്ച് ബിരിയാണി പോലെ ആക്കി തന്നാൽ മതിയെന്ന്. ഇവിടെ ആർക്കും നെയ്ച്ചോറ് ഇറങ്ങത്തില്ല. അങ്ങനെ തട്ടിക്കൂട്ട് ബിരിയാണിയിലേക്ക് ഇരുത്തി ലാസ്റ്റ്. പക്ഷേ ഇതുവരെയായിട്ടും ബീഫ് എത്തിയിട്ടില്ല കേട്ടോ. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കേസ്. ചോര വന്നോ? ആരുടെ കയ്യില്? അമ്മയുടെ കയ്യിലോ? ഇല്ലല്ലോ. ഇവിടെ ഓരോന്നും പറഞ്ഞ് സവോള അടിച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണേ. അങ്ങനെ ദേ പെട്ടെന്ന് ഞാൻ കണ്ടില്ലായിരുന്നേ, ക്യാമറ ഓൺ ആയിരുന്നു. എൻ്റെ സവോള തട്ടി മറിച്ചിട്ട് കേസ്. അയ്യോ, ഭാഗ്യത്തിന് അത് മുഴുവനും പോയില്ല ഗൈസ്. പിന്നെ എന്ത് ചെയ്യാനാ, ഒന്നും അറിയാതെ നിൽക്കുന്ന കണ്ടില്ലേ. ഇതിൻ്റെ ഇടയിൽ മേളിൽ തുണി വിരിക്കാൻ പോയപ്പോൾ നല്ല കാലാവസ്ഥ. ഇത് ഞങ്ങളുടെ ടെറസാണ് കേട്ടോ. ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റാക്കി ഇട്ടതായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ ഹോസ്പിറ്റലൊക്കെ ആയത്. പിന്നെ അതൊന്നും ചെയ്യാനുള്ള മൈൻഡൊന്നും ഇല്ലായിരുന്നു. പന്തൽ കെട്ടാനുള്ള തൂണ് വരെ നാട്ടിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം അതൊക്കെ ചെയ്യണം. ചെടിച്ചട്ടിക്കെല്ലാം പെയിൻ്റൊക്കെ അടിച്ചു വെച്ചതാണ്. അതിലെല്ലാം പുല്ലും കിളുത്ത് ആ പടം വല്ലാണ്ടായി. ഇതെല്ലാം ഇനി മഴ മാറിയിട്ടെല്ലാം റെഡിയാക്കി എടുക്കണം. നല്ല മഴക്കുളുണ്ട്. അപ്പനും മക്കൾ ഇതുവരെ ആയിട്ട് എത്തിയില്ല. ബീഫ് ഇപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. എങ്കിൽ പപ്പടവും പൊരിച്ചു വെച്ച് നട്ട്സും മുന്തിരി എല്ലാം വറുത്ത് കോരി വെക്കാമെന്ന് ഓർത്തു. അങ്ങനെയെങ്കിലും അപ്പോഴെങ്കിലും വരുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ടും എത്തിയില്ല. ലാസ്റ്റ് ദേ സവോള വറുത്ത് കോരിയപ്പോഴത്തേക്കും പുറകിലൊരു കൊട്ട് ഷിഫ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ കഥാനായകൻ എത്തി ഗൈസ് ബീഫും കൊണ്ട്. എല്ലാ പ്രാവശ്യവും മൂരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഈ പ്രാവശ്യം അതിന് മുമ്പേ പോത്തിനെ മാത്രം അറുത്തിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ലാസ്റ്റ് ആയിരുന്നു മൂരിനെ അറുത്തത്. ഇല്ലേ, ആണോ? മൂരി ഇല്ലാന്ന് പറഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വെട്ടൽ തുടങ്ങി കേട്ടോ. ഞാൻ അടുക്കളപ്പണി ഇതും കൂടെ ചെയ്തു വരുമ്പോൾ രാത്രിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് സിയാദ് അത് ഏറ്റെടുത്തു കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം ബീഫ് കുറവാണ് കിട്ടിയോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 12 കിലോളം കിട്ടിയായിരുന്നു, 12-14 കിലോളം. നമ്മളും ഒരു ഷെയർ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും കൂടുന്നതാണ്. അങ്ങനെ ഈ പ്രാവശ്യം 8-9 കിലോ ആണോ എന്നാണ് സിയാദ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, മൂരിയില്ലല്ലോ. നമുക്കിത് അധികമാണ് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒത്തിരിയൊന്നുമില്ല, കുറേശ്ശെ പൊതികൾ. അങ്ങനെ ബിരിയാണിക്കുള്ള ബീഫ് കട്ട് ചെയ്ത് തന്നു കേട്ടോ. ഇറച്ചിക്കറി വെക്കണമെന്ന് ഓർത്തിരുന്ന, പക്ഷെ അത് ബിരിയാണിയിലേക്ക് മാറി. എന്നാലും ഞാൻ തട്ടിക്കൂട്ട് ബിരിയാണി, അതിനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ സവോള എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുക്കറി 2 അടി അടിച്ച് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. ഇത്രയും ദിവസം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ കേട്ടോ. 4-5 മാസമായിട്ട് പറയാൻ പറ്റാത്ത ടെൻഷനുകളായിരുന്നു. ഇങ്ങനെയൊക്കെ സാഹചര്യം വരുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷമഘട്ടം വരുമ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അമ്മയുടെ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ആരുമില്ല. പക്ഷെ അമ്മ എനിക്ക് അപ്പോഴും ധൈര്യം തരുമായിരുന്നു. നിനക്കെല്ലാവരും ഉണ്ട്, നീ വിഷമിക്കേണ്ട, നിനക്കെല്ലാവരും ഉണ്ട്, നിൻ്റെ സഹോദരങ്ങളെല്ലാവരും ഉണ്ടെന്ന്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സഹോദരങ്ങളെല്ലാം എനിക്ക് ഇപ്പം ഞാൻ ഏറ്റവും ഇളയ ആളാണ് കേട്ടോ. ഞാൻ പോകെ ഞാൻ കാണിച്ചത് എൻ്റെ സഹോദരങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. എൻ്റെ അമ്മ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അമ്മ അന്ന് പറഞ്ഞത് എനിക്കിപ്പോഴത് മനസ്സിലായത്. ഞാൻ ഇനി അമ്മ സങ്കടപ്പെടുത്തില്ല എന്ന് മനസ്സുകൊണ്ട് തന്നെ തീരുമാനിച്ചു. എനിക്ക് എൻ്റെ സഹോദരങ്ങളെല്ലാം തിരിച്ചു കിട്ടിയില്ല, ഇനി ഞാൻ സങ്കടപ്പെടുത്തില്ല. ആരൊക്കെ ഉണ്ടെന്നും ആരൊക്കെ ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി അങ്ങനെ ഞാൻ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു സങ്കടവും ഇല്ല. പിന്നെ എൻ്റെ വാപ്പച്ചിയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. വാപ്പച്ചിക്ക് പറയും, വാപ്പച്ചി അമ്മ എപ്പോഴും പറയുന്ന വാക്കുകളാണ് കേട്ടോ. നീ ഒറ്റയ്ക്കല്ല, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഒരു സാഹചര്യം വന്നപ്പോഴാണ് എനിക്കും അത് മനസ്സിലായി തുടങ്ങിയത്. ആരൊക്കെ ഉണ്ട്, എനിക്ക് കൂടെ നിർത്താൻ ആരൊക്കെ ഉണ്ടെന്ന്.
അങ്ങനെ ദേ മക്കളെത്തി കേട്ടോ. സിയാദ് ബീഫ് വെട്ടി തീരാറായി, എന്നിട്ട് അവന്മാരെത്തിയിട്ടില്ലായിരുന്നു, അതും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. അവന്മാർ ഇതേണ്ട സച്ചും പൈസയും കൂടെ വന്നേക്കുന്നു, ചോറെല്ലാം കഴിച്ചിട്ടാണ് വന്നേക്കുന്നത്. നീ എന്നാ കഴിച്ചത്? തേങ്ങാച്ചോറോ ബീഫ് ഉണ്ടായിരുന്നോ? കഴിച്ചോ? നീ കഴിച്ചില്ലേ? തേങ്ങാച്ചോറും ബീഫും എല്ലാം കഴിച്ചിട്ട് വന്നിരിക്കുക. ബീഫ് കഴിച്ചില്ല കേട്ടോ. പൈസയ്ക്ക് പിന്നെ ബീഫ്, ഇറച്ചി, മീൻ അങ്ങനെയൊന്നും താല്പര്യം കുറവാണ് കേട്ടോ. പച്ചക്കറിയും തീരെ താല്പര്യമില്ല. അവൻ എന്താ കഴിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ എപ്പോഴും കഴിച്ചോണ്ടേ ഇരിക്കണം അവന്. പിന്നെ ശരീരം 2 പിള്ളേരെ, 3 പിള്ളേരെ എൻ്റെ പിള്ളേരെ ശരീരത്ത് ഒന്നും പിടിക്കുകയില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അതെല്ലാവരും ചോദിക്കും, എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നേ, എന്താ ഇത്ര ക്ഷീണം, ഈ പിള്ളേരെന്താ ഇങ്ങനെയെന്ന്. ഞാൻ എന്ത് ചെയ്യാൻ, ഈ പിള്ളേരുടെ ശരീരം ഇങ്ങനെ ആയിപ്പോയി, വണ്ണം വെക്കാത്ത ശരീരമാണ്. പിന്നെ ഇതേണ്ട അങ്ങനെ സിയാദിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് തുടച്ചും കൂടി തന്നു കേട്ടോ. അങ്ങനെ ദേ ബീഫ് റെഡിയായി കേട്ടോ. പിന്നെ ചാറ് കൂടി പോയോണ്ട് ഞാൻ ഇട്ട് വറ്റിച്ചിട്ട് ദേ ചോറെല്ലാം ഇട്ട് ദേ ബിരിയാണി സെറ്റാക്കി, തട്ടിക്കൂട്ട് ബിരിയാണി. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ സച്ചുവിന് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ചോറ് കഴിച്ചുകൊണ്ട് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞായിരുന്നേ. അങ്ങനെ ദേ ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ബിരിയാണി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെയാണല്ലോ, തട്ടിക്കുട്ടി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് അതായിരിക്കും. നമ്മൾ നല്ലതുപോലെ എല്ലാം ചെയ്തെല്ലാം മിക്സാക്കി ചെയ്യുമ്പം എന്തെങ്കിലും ഒരു കുറവ് കാണുമായിരിക്കും. പക്ഷേ ഇത് ഏതായാലും എല്ലാം കറക്റ്റ് പാകത്തിനായിരുന്നു എന്നാണ് സിയാദ് പറഞ്ഞത്. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ ചെടി നോക്കാൻ വേണ്ടി ഇറങ്ങി. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഈ ചെടിയൊന്നും ഞാൻ അമ്മുവിൻ്റെ പ്രസവത്തിന് ശേഷം എന്ത് ചെടി ഉണ്ടായിരുന്നെന്നറിയാമോ, എല്ലാം നശിച്ചു പോയി. ഒന്നും നോക്കാതെ, അതിനുള്ള സമയം ഒന്നും കിട്ടില്ല, അതിനോടുള്ള താല്പര്യമേ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലോട്ട് തിരിയണമെന്ന് എൻ്റെ തീരുമാനം. ചെടിയൊക്കെ നോക്കി നല്ലപോലെ. ഞാൻ നോക്കിയില്ലെങ്കിൽ അത് പിന്നെ സിയാദ് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയോണ്ട് കുറേയൊക്കെ നിപ്പുണ്ട് കേട്ടോ. സിയാദിന് ഇതിനോട് താല്പര്യമുണ്ട്, സമയമില്ലാത്തതാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങൾ ചെടി നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക കേട്ടോ. ചെടി നോക്കാനല്ല, മറ്റേ ക്യാഷ് ഗ്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അത് പടർത്തി വിടാനായിട്ട് അല്ല കയറെല്ലാം കെട്ടിക്കൊടുക്കുക. അങ്ങനെ പിള്ളേർ സൈക്കിൾ ഓട്ടാനും കൂടി ഇറങ്ങി കേട്ടോ. അങ്ങനെ പിള്ളേർ സൈക്കിൾ ഓട്ടാനൊക്കെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ചെടിയും നോക്കി പച്ചക്കറി കൃഷിയും അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള താല്പര്യമുണ്ട്. അമ്മുക്കുട്ടിയെ സ്കൂളും കൂടെ വിടാറായി കേട്ടോ. June 1 പോലെ അവളും സ്കൂളിലേക്ക് വിടുക, പ്ലേ സ്കൂളിലേക്ക് കേട്ടോ. അത് സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട്. അവൾക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. വാപ്പച്ചിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണം എനിക്ക് പച്ചക്കറി കൃഷിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വാപ്പച്ചിക്കാകുമ്പോൾ ഈ പണിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുമാണ്, എല്ലാം ചെയ്തു തരും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയെല്ലാം പറഞ്ഞു തരും. പക്ഷെ വാപ്പച്ചി വരികയല്ല, എന്ത് ചെയ്യാനാ. അമ്മ മരിച്ചതിന് ശേഷം വാപ്പച്ചി അവിടെ വിട്ട് വരികയില്ല. ഞാൻ കുറേ നിർബന്ധിച്ചതാണ്. അമ്മ മരിച്ചെന്ന് എനിക്ക് അത് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പിന്നെ അതാ ഞാൻ ഇത്രയും നേരം പറയാതിരുന്നത്. മരിച്ചു എന്നൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ വാപ്പച്ചിയാണെങ്കിൽ 2 ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ പാട് തന്നെ എനിക്കറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാപ്പച്ചിയുടെ ലോകം എന്ന് പറഞ്ഞാൽ വാപ്പച്ചിയുടെ കടയാണ്. അവിടെ വിട്ട് വാപ്പച്ചി വരികയില്ല. പിള്ളേരാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുമോ, പക്ഷെ വരുത്തില്ല. പിള്ളേർക്ക് അവധിയുള്ള ദിവസം വന്ന് നിൽക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെനിക്കറിയത്തില്ല, ഇനി കുറേ നിർബന്ധിച്ചാലേ ഇനി കൂട്ടിക്കൊണ്ട് വരണം. എന്നാലും വരികയില്ല, വരുത്തില്ല എന്ന് പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ ദിവസം ഇന്നത്തോടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോസുമായിട്ട് കാണാം കേട്ടോ. ഇനി മുടക്കം കൂടാതെ തുടർന്ന് വീഡിയോസ് ഇടണമെന്നാണ് ആഗ്രഹം. അത് നടക്കുമെന്ന് ഇനി കണ്ടറിയാം. എങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ, മറക്കല്ലേ.